ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൽ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് റീഡിംഗ് കാണുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. Magician, Hierophant, Four of Pentacles, Two of Wands. നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഡെത്ത്, Two of Cups, Queen of Cups, Three of Wands. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് നമുക്കിവിടെ മെജീഷ്യൻ, ഹീറോഫന്റ്, ഫോർ ഓഫ് പെന്റക്കിൾസ്, ടു ഓഫ് വാൻഡ്സ് എനർജിയൊക്കെയാണ് കിട്ടുന്നത്. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ശക്തമായൊരു ആഗ്രഹം ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹീറോഫന്റ് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ജീവിതം സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, മറ്റുള്ള വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടി ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുൻപ് വരെ ഒരുപക്ഷെ നിങ്ങൾ മറ്റ് മുതിർന്ന ഏതെങ്കിലും വ്യക്തികളൊക്കെ പറയുന്നത് അതുപോലെ അനുസരിക്കാത്ത, അതല്ലെങ്കിൽ അതിൽ വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. മുതിർന്നവർ പറയുന്ന കാര്യങ്ങളിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. എന്തൊക്കെയോ ചെറിയ ഭയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുമോ, അതല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുമോ എന്നൊക്കെ കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു പിടിച്ചു വെക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാര്യവും ആരെയും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഒപ്പം തന്നെ ഒരു കാര്യങ്ങളും അമിതമായിട്ട് ഒരു പേടിയോട് കൂടി നിങ്ങളിലേക്ക് തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് അതായത് ദൈവം അത് നിങ്ങൾക്കായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കരികിൽ തന്നെ ഉണ്ടായിരിക്കും. അതല്ലാന്ന് വെച്ചാൽ നിങ്ങൾ അത് വിട്ടുകളയുക എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഒരു കാര്യവും അമിതമായിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു ടു ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പുറത്തോട്ട് പോകണം, വിദേശത്ത് പോയി നല്ലൊരു ജോബൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു സന്തോഷകരവും അതായത് നിങ്ങൾ എന്തൊക്കെയോ സന്തോഷമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ലൊരു ലൈഫ്, അതുകൂടാതെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യണം, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു സമയത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ പെട്ടെന്ന് സാധിച്ചെടുക്കും, അതല്ലെങ്കിൽ എനിക്കിത് സാധിച്ചെടുക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ കിട്ടുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മുതിർന്ന ചില വ്യക്തികളുടെ വാക്കുകൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകൊടുക്കുവാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, എന്തോ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു എനർജി. അതിനോടൊപ്പം തന്നെ ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർത്ത വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി ആയിട്ട്
ആ ഒരു വ്യക്തിക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് വ്യക്തിയാണോ ഓർത്തത് ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തി ഒരുപക്ഷെ അത് നിങ്ങൾ തന്നെ ആയിരിക്കാം. അതായത് ഒരു ക്ഷമ, ആരോട് കൂടിയോ ഒരു ക്ഷമ പറയണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളോടാണ് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു ക്ഷമ ചോദിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. യഥാർത്ഥ സ്നേഹം എന്തായിരുന്നു, യഥാർത്ഥ വ്യക്തികൾ ആരായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു 3 ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർത്ത വ്യക്തി, ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വരുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത്, അതായത് ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടായി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.